കർത്താവിൻ്റെ അതിവിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 33-ാമത്തെ അധ്യായം അതിൻ്റെ 6-ാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ കാണുന്നു: നിൻ്റെ കാലത്ത് സ്ഥിരതയും രക്ഷാസമൃദ്ധിയും ജ്ഞാനവും പരിജ്ഞാനവും ഉണ്ടാകും, യഹോവ ഭക്തി അവരുടെ നിക്ഷേപം ആയിരിക്കും എന്ന് കാണുന്നു. എൻ്റെ പ്രിയ ദൈവമക്കളെ, ഇവിടെ യഹോവയുടെ നിക്ഷേപത്തെക്കുറിച്ച് കാണുകയാണ്. അപ്പം ഈ ലോകത്ത് അനേക നിക്ഷേപങ്ങൾ മനുഷ്യർ ചേർത്ത് വയ്ക്കാറുണ്ട്. പക്ഷേ ആ നിക്ഷേപങ്ങളെല്ലാം ഒരു ദിവസം കർത്താവ് വരുമ്പോൾ, അല്ലെങ്കിൽ ഈ ഭൂമി അഴിയുമ്പോൾ, അല്ലെങ്കിൽ ഒരു ജലപ്രവാഹം വരുമ്പോൾ, അല്ലെങ്കിൽ ഒരു കാട്ടുതീ വരുമ്പോൾ, അല്ലെങ്കിൽ ഒരു ഭൂകമ്പം വരുമ്പോൾ അത് അഴിഞ്ഞു പോകുന്ന ഒന്നാണ് ഈ ലോകത്തിലെ നിക്ഷേപം. പക്ഷേ ഇവിടെ പറയുന്നു യഹോവ ഭക്തി അവരുടെ നിക്ഷേപമാകുന്നു. അപ്പോൾ യഹോവ ഭക്തിയുള്ള ഒരു മനുഷ്യന് യഹോവെങ്കിൽ നിന്ന് എന്ത് കിട്ടുമെന്ന് പറഞ്ഞാൽ അവൻ്റെ കാലത്ത് സ്ഥിരത ഉണ്ടാകും, ജ്ഞാനം ഉണ്ടാകും, പരിജ്ഞാനം ഉണ്ടാകും എന്ന് കാണുന്നു. അപ്പോൾ പുതിയ നിയമത്തിൽ കർത്താവ് പറയുമ്പോൾ, യേശു പറയുമ്പോൾ പറയാണ്, പുഴുവും തുരമ്പും കെടുക്കാത്ത സ്വർഗത്തിൽ നിൻ്റെ നിക്ഷേപം ആക്കി വയ്ക്കുക എന്ന്. ആയതുകൊണ്ട് ദൈവമക്കളെ, ഈ ലോകത്തിലുള്ള ഒരു അഴിഞ്ഞു പോകുന്ന ഒരു സ്വത്ത് ഉണ്ടാക്കാനുള്ള ജ്ഞാനമല്ല നമുക്ക് വേണ്ടത്. ആ ജ്ഞാനവും നമുക്ക് കുറച്ച് വേണമെങ്കിലും അതിൽ ഉപരിയായിട്ട് നാം അഴിഞ്ഞു പോകാത്ത സ്വർഗത്തിലെ നിക്ഷേപം ചേർക്കുവാനുള്ള ജ്ഞാനം കർത്താവിനോട് നാം ചോദിച്ചു വാങ്ങണം. അതിലേക്ക് നമ്മെ ഓരോരുത്തരെയും കർത്താവ് നടത്തട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ഞങ്ങൾ അതിവാത്സല്യമായി സ്നേഹിച്ച് വഴി നടത്തുന്ന സ്വർഗസ്ഥ പിതാവേ, കർത്താവെ, ഈ ഭൂമിയും ഭൂതലവും അതിലുള്ളത് എല്ലാം ഒരു ദിവസം കർത്താവെ നിൻ്റെ വരവെങ്കൽ എല്ലാം കത്തിച്ചാമ്പലായി ഒന്നുമില്ലാതെ ഈ ഭൂമി മാറിപ്പോകുമ്പോൾ, കർത്താവെ, ഈ ഭൂമിയിൽ നമുക്കുള്ള നിക്ഷേപം നമ്മൾ സ്വരൂപിച്ച് വെച്ച് നമ്മുടെ നല്ല കാലത്തെ കഴിച്ചു കൂട്ടാതെ, കർത്താവെ, നിന്നിൽ നിന്ന് ജ്ഞാനം പ്രാപിച്ച്, കർത്താവെ, ഞങ്ങളുടെ നിക്ഷേപം അഴിഞ്ഞു പോകാത്തടുത്ത് സ്വർഗത്തിൽ തന്നെ ഞങ്ങൾ സ്വരൂപിക്കുവാൻ തക്കവണ്ണം ഓരോരുത്തർക്കും ജ്ഞാനം നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഈ ലോക ജീവിതം ജ്ഞാനവും പരിജ്ഞാനവും നിറഞ്ഞതായി, നിൻ്റെ കൃപ നിറഞ്ഞതായും ദൈവമേ ഓരോരുത്തരെയും വഴി നടത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥന കൃപയോട് കേട്ട് മറുപടി നൽകി തരണം നല്ല പിതാവേ. ആമേൻ.